ഏതായാലും ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഉറങ്ങിക്കിടന്ന മാതാപിതാക്കൾക്കിടയിൽ നിന്ന് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിലെത്തിയ ആളാണ് കുട്ടിയെ എടുത്തത് എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ സഹോദരങ്ങൾ ആ സമയത്ത് ഉണരുകയും അവരെ മിഠായി കാണിച്ച് കൂടെ കൊണ്ടുപോകാനൊക്കെ ഒരു ശ്രമം നടത്തുകയും ചെയ്തു ഈ വന്നയാൾ എന്ന് നമ്മൾ അവരുടെ മൊഴിയിൽ നിന്ന്, അവർ പോലീസിന് നൽകിയ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ആ സമയത്ത് കുട്ടിയെ കൊണ്ടുപോയ ഉടനെ തന്നെ അച്ഛനെയും അമ്മയും ഈ വിവരം അറിയിക്കുകയും അവരവിടെ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ തിരഞ്ഞതിനു ശേഷം 2:30 പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതും. ആ 2.5 മണിക്കൂർ വളരെ നിർണായകമാണ്. സ്കൂട്ടറിലാണ് കുട്ടിയെ കൊണ്ടുപോയത് എന്നുള്ളതുകൊണ്ട് തന്നെ ദൂരം കുറച്ചേറെ താണ്ടി കാണണം. മറ്റൊന്ന്, പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം, പ്രദേശത്ത് നിന്ന് ലഭിച്ചില്ലെങ്കിലും ആ പരിസര പ്രദേശത്ത് നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള CCTV ദൃശ്യങ്ങൾ 2-3 മണിക്കൂറുകളുടെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് പോലീസിന്. അത് പോലീസ് കൃത്യമായി ശേഖരിച്ചു കഴിഞ്ഞു, അത് കൃത്യമായി നോക്കുന്നുമുണ്ട്. അതനുസരിച്ച് ഈ മഞ്ഞ സ്കൂട്ടർ എന്ന ഈ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞ മൊഴി ശരിയെങ്കിൽ ആ മഞ്ഞ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ അത് പോലീസ് ആരംഭിച്ചിട്ടുണ്ടാകാം എന്നാണ് നമ്മൾക്ക് വ്യക്തമാകുന്നത്. എന്തായാലും പോലീസിന് കൃത്യമായ ലീഡ് ഇതുവരെ ലഭിച്ചില്ല, അല്ലെങ്കിൽ പുറത്തു പറയാൻ വിധത്തിലുള്ള ലീഡൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. വി വിനോദിലേക്ക് പോകുന്നു. വിനോദി, പേട്ട പോലീസ് സ്റ്റേഷനിലാണ് നേരത്തെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്. ഈ അന്വേഷണം നടക്കുന്ന സമാന്തരമായി തന്നെ അവരെ ചോദ്യം ചെയ്യുന്നത്, അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള കാര്യം കൂടി പോലീസ് ശ്രദ്ധ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും അവർ അവിടെ തുടരുകയാണോ? അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഇപ്പോൾ 2 തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഇതുവരെ കുട്ടിയുടെ മാതാപിതാക്കളും സഹോദരനും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിപുലമായ അന്വേഷണം. അത് നേരത്തെ തന്നെ ആന്റണി രാജു MLA പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി ഈ പ്രദേശങ്ങൾ ആകമാനം പരിശോധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ അടക്കം സഹായം തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേളി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 1 മണിക്ക് ശേഷം 12 മണിയോടുകൂടി വേളി വഴി കടന്നു പോയിട്ടുള്ള ട്രെയിനുകൾ, അവിടെ നിർത്തിയിട്ടുള്ള ട്രെയിൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് സർവീസ് ആരംഭിച്ചിട്ടുള്ള ട്രെയിനുകൾ, ഈ ട്രെയിനുകളെല്ലാം കേന്ദ്രീകരിച്ച് തന്നെയുള്ള അന്വേഷണവും ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വളരെ വേഗത്തിൽ തന്നെ പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ മൊഴി വിശദമായി പരിശോധിക്കുന്നു. ബന്ധുക്കൾ നൽകുന്ന മൊഴി, അതായത് സ്കൂട്ടറിലാണോ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം ഇവർ 9 മണിയോടുകൂടി ഉറങ്ങാൻ കിടന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ ടെൻറ്റിൽ കിടന്നു എന്നാണ് പറയുന്നത്, കുട്ടികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾ. അത് കഴിഞ്ഞാണ് അപ്പോൾ അവിടെ ഒരു സ്കൂട്ടർ വരുന്നത് ഈ കുഞ്ഞിൻ്റെ സഹോദരൻ കണ്ടിട്ടുണ്ട്. ഒരു മഞ്ഞ സ്കൂട്ടറിൽ ഒരാൾ അവിടെ വന്നു, അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നാണ് കുട്ടി പറയുന്നത്. പക്ഷേ ഈ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ട് പോയി എന്ന തരത്തിലുള്ളൊരു മൊഴി ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. 12 മണിയോടുകൂടിയാണ് മകളെ കാണാതായി എന്ന വിവരം പിതാവ് അറിയുന്നത്, ഈ കാണാതായി എന്ന കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് അവർ സ്വന്തം നിലയ്ക്ക് തന്നെ അവിടെ ഒരു അന്വേഷണം നടത്തുന്നു. അതിനുശേഷമാണ് പോലീസിനെ അറിയിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം, 2 മണിക്കൂറിലധികം കാലതാമസം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പോലീസിനെ അറിയിക്കുന്നതിലേക്ക്. ഭാഷയുടെ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു അജ്ഞതയോ അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടായതോ ആ നിലയ്ക്ക് ആകാം. ഏതായിരുന്നാലും ഇവരുടെ മൊഴി വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിലെയും വ്യവസായ സ്ഥാപനങ്ങളിലെയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെയും ക്യാമറകൾ അവിടെയുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ ഒരു വാഹനം ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നൊന്ന്, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ സ്ഥിരമായി വന്നു പോകുന്ന ഒരിടമാണ്. മദ്യപിക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെയും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ബ്രഹ്മോസിൻ്റെ ഒരു മതിലാണ് ഒരു വശത്ത്, അത് കഴിഞ്ഞ് ഓൾ സയൻസ് കോളേജിൻ്റെ മതിൽ മറുവശത്ത്. ഇവിടെയെല്ലാം ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഏക്കർ കണക്കിന് സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിന് പുറമെയാണ് ഈ മതിൽക്കെട്ടിന് പുറത്ത് വരുന്ന ഏതാണ്ട് പുറമ്പോക്ക് ഭൂമി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. തിരുവനന്തപുരം നഗരസഭയുടെ 3 വാർഡുകൾ ചേരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് വാർഡിൽ വരുന്ന സ്ഥലങ്ങളാണ് എന്നതിൽ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു വശം ഒരു വാർഡിലും ഇപ്പുറത്തെ വശം മറ്റൊരു വാർഡിലും ഇതിനിടയ്ക്കുള്ള ചില സ്ഥലങ്ങൾ, അങ്ങനെ ഈ തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി. അങ്ങനെ ഒരു ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ വരികയോ അവർ സജീവമായി ഇടപെടുകയോ നാട്ടുകാർ ഇടപെടുകയോ ചെയ്യുന്ന ഒരു പ്രദേശമല്ല. ഏതാണ്ട് 2.5-3 ഏക്കറോളം സ്ഥലം അവിടെ മാത്രം ഈ കുഞ്ഞ് താമസിച്ചിരുന്ന ടെന്റിന് സമീപത്ത് മാത്രം കണ്ടൽ കാടായി കിടപ്പുണ്ട്, ചതുപ്പായി കിടപ്പുണ്ട്.
മനുഷ്യർക്ക് കയറാൻ, സാധാരണ നിലയിൽ ആളുകൾക്ക് കയറാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സ്ഥലമാണ്. ഒരു വശത്തു കൂടി സഞ്ചരിച്ചാൽ, റെയിൽവേ ട്രാക്കിൻ്റെ ഒരു വശത്തു കൂടി സഞ്ചരിച്ചാൽ ചാക്ക ഭാഗത്തേക്കാണ് പോവുക. അവിടെയും വിജനമായ സ്ഥലമാണ്. റെയിൽവേ ട്രാക്കിൻ്റെ പല സ്ഥലങ്ങളിലും ആൾതാമസമില്ല. മറിച്ച് വേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞുള്ള സ്ഥലം, അതായത് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം, അവിടെയും വേളി കായലും ഈ കായലിനോട് ചേർന്ന കണ്ടലുകളും ചതുപ്പും നിറഞ്ഞ സ്ഥലമാണ്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയും സാധാരണ നിലയിൽ ആളുകൾ പോവുകയോ അവിടെ എന്തെങ്കിലും ആളനക്കമുള്ള സ്ഥലമല്ല. ഇത്തരം സ്ഥലങ്ങളിൽ വന്നു പോകുന്നത് പ്രധാനമായും ഈ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സംഘങ്ങളാണ്. അത്തരം ആളുകൾ ധാരാളം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ആ പ്രദേശം ഒരു പ്രദേശമല്ല, അവിടെ വന്ന് ചേരുന്ന സ്ഥലമാണ്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ ഈ സംഘത്തിൻ്റെ ഭാഗമായി പലരും ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വഴിക്കുള്ള സംശയവും ഒരു ആശങ്കയും നിലനിൽക്കുന്നത്. പക്ഷേ അതിനൊന്നും ഒരു സ്ഥിരീകരണവും ഇതുവരെ ആയിട്ടില്ല. മൊഴി വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. ഇവർ ബീഹാർ സ്വദേശികളാണ്. ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയതാണ്. തേനെടുക്കുന്ന ജോലിയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്യുന്നത്. ഇവർക്കൊപ്പം തന്നെ ഈ സംഘത്തിൽ വന്ന മറ്റാളുകളുണ്ട്. അവർ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട്. ഇനി ഈ കുട്ടിയുടെ പിതാവിനോട് ആർക്കെങ്കിലും ഈ സംഘത്തിലുള്ള ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും വൈരാഗ്യമുണ്ടായിരുന്നോ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇവരുമായി ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഏതായിരുന്നാലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ഇതുവരെ കാര്യമായ മറ്റ് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ശരി, വിനോദിൽ നിന്ന് ഏറ്റവും പുതുതായി മനസ്സിലാക്കുന്ന കാര്യം ഈ സ്കൂട്ടറിന്റെ കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് എന്നുള്ളതാണ്. സ്കൂട്ടർ വന്നു എന്ന് കുട്ടികൾ പറയുന്നുണ്ട്, അതേസമയം മുതിർന്നവർ ഈ സ്കൂട്ടർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ലഭിച്ച CCTV ദൃശ്യങ്ങളിലൊന്നും, ഈ സമയങ്ങളിൽ ലഭിച്ച CCTV ദൃശ്യങ്ങളിലൊന്നും അങ്ങനെയൊരു സ്കൂട്ടർ ഇല്ല എന്നുള്ളതും വലിയ രീതിയിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. എന്തായാലും അന്വേഷണം പല രീതിയിൽ പല റൂട്ടുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, നാട്ടുകാരും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ കൂടുതലും മേരിക്കായി ഇപ്പോൾ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ഭാഗത്തു നിന്നും അവരവരുടെ രീതിയിലുള്ള അന്വേഷണവും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ വേഗം മടങ്ങിയെത്തും ഈ വാർത്തയിലേക്ക് തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.